കൂടുതൽ നേതാക്കളുടെ പ്രതികരണം വരുന്നുണ്ട്. ശശി തരൂരിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപാണ് ഇന്ത്യൻ എക്സ്പ്രസിന് ശശി തരൂർ അഭിമുഖം നൽകിയത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വിഷയത്തിൽ കൂടുതൽ പരിഗണിക്കാനില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സെയ്ഫ് ആ രീതിയിൽ കൂടുതൽ പ്രതികരിച്ച് ഈ വിവാദം വീണ്ടും വഷളാക്കേണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം എന്ന് കാണേണ്ടി വരും. പക്ഷേ ദേശീയ നേതൃത്വത്തിന് അങ്ങനെയങ്ങ് മിണ്ടാതിരിക്കാൻ കഴിയുമോ ഈ വിഷയത്തിൽ? കാരണം തുടരെ തരൂർ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അങ്ങനെ മൗനം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകമുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് ഈ അഭിമുഖം എന്നുള്ളത്. ഞാൻ രാവിലെ തന്നെ ഈ അഭിമുഖം വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരോട് സംസാരിച്ചിരുന്നു. വ്യക്തിപരമായി സംസാരിച്ചതാണ്. പക്ഷേ അവർ പറയുന്നത് ഈ വിവാദം ഉണ്ടായതിനു ശേഷം ഉള്ള അഭിമുഖമാണിത്, അദ്ദേഹം ബോധപൂർവം പറഞ്ഞതാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല പറയുന്നതായിരിക്കാം ഈ വാദം. അത് അങ്ങനെ വലിയ വിവാദം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ നേതാക്കന്മാർ എന്തായാലും കാര്യമായ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറല്ല എന്ന നിലപാടാണുള്ളത്. സതീശനോട് ചോദിച്ചാൽ സമാനമായ രീതിയിലുള്ള അഭിപ്രായം സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സുധാകരന് ചോദിച്ചാൽ സുധാകരന് സമാനമായ രീതിയിലുള്ള അഭിപ്രായം തന്നെയായിരിക്കും പറയുന്നത്. കാരണം ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാർ ഇനി ആ വിഷയത്തിൽ പ്രതികരിച്ച് അത് വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഇനി സോണിയാഗാന്ധി മാത്രമാണ് ഇതിന് മുകളിലേക്ക് ഇടപെടാനുള്ളത്, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെടണം. അങ്ങനെ ഒരു ഇടപെടലിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത്. പക്ഷേ ശശി തരൂരിന്റെ മനസ്സിൽ എന്താണ് എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കടുത്ത നിലപാടിലേക്ക്, തീരുമാനങ്ങളിലേക്ക് ശശി തരൂർ പോവുകയാണോ എന്ന് കരുതേണ്ടി വരും. കാരണം ആ രീതിയിലാണ് ശശി തരൂരിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ട്, ഇനി തന്നെ വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണോ എന്ന ചോദ്യമാണുള്ളത്. അത് അധികം വൈകാതെ തന്നെ നമുക്കതിലൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. സെയ്ഫ് സലദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.